వాడి పేరు കൃഷ്ണൻലി ബാബ. പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് സലർ മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ 2 ആണ്. റിലീസ് ട്രെയിലർ അങ്ങനെ വേണമെങ്കിലും പറയാം. അത് മാത്രമല്ല, അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈനൽ പഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ സംഭവം ഉണ്ടായിരുന്നത്. അതും ടൈം ഇങ്ങനെ മാറ്റി 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 ഇപ്പൊ എങ്ങനെയോ ഏതോ ഒരു ടൈമിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ നോക്കാം എന്താണ് ആ ഒരു സെക്കൻഡ് ട്രെയിലർ ഇറക്കുന്നില്ല. ഫസ്റ്റിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ, പക്ഷെ അറിയില്ല ഇവർക്ക് ഇനി എന്തെങ്കിലും കുറച്ചധികം കാണിക്കാനുണ്ടോ നമ്മൾ ഒന്നും കൂടി എന്നുള്ളത് നമുക്ക് നേരെ ഓൾറെഡി ഹൈപ്പ് ഉണ്ട്. കുറച്ചും കൂടി ഒന്ന് ഹൈപ്പ് ഇന്ന് ഓൾറെഡി കുറച്ച് ഹൈപ്പ് കയറ്റിയായിരുന്നു. 10:42 2 മണി. പിന്നെ ഇപ്പൊ എന്തോ ആയി അവസാനം ഏതോ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്. കാണാലോ, റെഡി അല്ലേ? പ്രശാന്തിന്റെ ആയതോട് നമുക്ക് നല്ല ഹൈപ്പാണ്. എന്ത് പറഞ്ഞാലും എന്താ വെയിറ്റിംഗ് ആണ്. ആ പേര് മതി അല്ലേ? അതുകൊണ്ട് പ്രഭാസ് പൃഥ്വിരാജ് ഇന്നത്തെ തമ്മില് പ്രഭാസിന് വൃത്തിക്ക് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് രാജുവേട്ടനെ കുറച്ച് ഫോക്കസ് ചെയ്ത പോലെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അങ്ങനെയല്ല. കംപ്ലീറ്റ് ഓൺ ആൻഡ് ഓൺലി ഓൺ അല്ലെ, ഓൺലി ഓൺ പ്രഭാസ് ആണ്. പറയാലോ. ഓ അതേ സംഭവം കാണിക്കുന്നത് വേൾഡ് പറയണം അല്ലേ? വോയിസ് ഉണ്ടോ? ബാസി വോയിസ് ബീജൻ ബീജൻ ഫൈറ്റ് രക്ഷ ഉണ്ടാവല്ലോ. ബീജം കൊണ്ട് റെഡ് ആണെന്ന് പറഞ്ഞു. ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ലേ? ഇപ്രാവശ്യം കുറച്ച് പോയി വേറെ സ്റ്റൈല്. ഓ എൻഡിലായിട്ട് ചെറുതായിട്ടൊരു നെഗറ്റീവ് കാണിച്ചിട്ടുണ്ട്. അതായത് രാജുവേട്ടന്റെ ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡ് കാണിച്ചിട്ടുണ്ട് എൻഡില്. അത് ആ ഒരു ഡയലോഗിന്റെ അകത്തും അങ്ങനെ ഉണ്ടായിരുന്നു. രണ്ടുപേരും ആ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പെട്ടെന്ന് എവിടെയോ ഒന്നാവുന്ന പോലെ കാണിച്ച് പിന്നെ അഗെയിൻ ആ ഒരു സംഭവം കാണിക്കുകയും ചെയ്തു. നമുക്കറിയാം തിക്ക് ഫ്രണ്ട്സ് ആയിരിക്കും പിന്നീട് തിക്ക് ശത്രുക്കളായി മാറാൻ പോകുന്നത്. ആ തിക്ക് ശത്രുക്കളായി കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. കാരണം രണ്ടുപേർക്ക് എല്ലാം അറിയാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ? പരസ്പരം എത്ര പവർ ഉണ്ട്, എന്താ ചെയ്യുക ഓരോ മൊമെന്റില് എന്താ പറയില്ല, എല്ലാ സംഭവങ്ങളെ പറ്റിട്ട് ഇൻ ആൻഡ് ഔട്ട് അറിയാൻ പറ്റും. അപ്പൊ അതായിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് കാണിക്കാൻ. പിന്നെ ഭയങ്കര ഇന്റൻസ് ആണ് ഫുൾ
ആ സംഭവത്തിലുള്ള സാധനങ്ങൾ വയലൻസ് ഒരു രക്ഷയിലുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. അതും അവിടെ ഡാർക്ക് ഇല്ലാണ്ട് KGF-നകത്ത് വയലൻസ് ഇങ്ങനെ പറഞ്ഞു നടക്കുള്ളൂ. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല കേട്ടോ. അതിന്റെ മേലെയാണ് അതൊക്കെ മറ്റേനകത്ത് മുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കണ്ടന്നിട്ട് ഒരു സീൻ അങ്ങോട്ട് പപ്പടാക്കി. ഇതിനകത്ത് 10 മുത്തുമ്മേനെ അവരോട് കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് മുത്തുമ്മയൊക്കെ തന്നെ വരുന്നുണ്ട്. ഇത് പടം തന്നെയല്ല വരുന്നുണ്ട് അല്ലേ? ഒരു രക്ഷയില്ല. അതായത് നമ്മൾ പറയില്ലേ, കഴിഞ്ഞ ആ ഒരു സീസ്ഫയർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രെയിലറിനകത്ത് കണ്ടത് കുറച്ചുകൂടി ഭയങ്കരം ആ ഒരു നമ്മൾ കാണാത്തൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ഫുൾ ആ ഒരു ഗൂസ് ബംസ് ആയിരുന്നു. ഇപ്രാവശ്യത്തില് ഗൂസ് ബം പ്ലസ് ആ ഒരു സ്റ്റോറിയും കൂടി നെഗറ്റീവ് ഷെയ്ഡ് ആക്കുന്ന ആ ഒരു ഇതുണ്ട്. പക്ഷെ അത് മാത്രല്ല, പ്രഭാസ് നെഗറ്റീവ് ആണ് ചെറുതായിട്ട്. ആര് നെഗറ്റീവ് എന്നുള്ളൊരു സംഭവമാണ്. രണ്ട് നെഗറ്റീവ് ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും കാണാൻ പോകുന്നത്. കാരണം ഇതിനകത്ത് അവർ വലിയ കാര്യമായിട്ട് എന്തെങ്കിലും പോസിറ്റീവ് ചെയ്യാനൊന്നും കളിച്ചിട്ടൊന്നുമില്ല. റിലീസ് ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഇറക്കിയതിന്റെ റീസൺ തന്നെ ഇതാണ്, നമുക്ക് ഒന്നും കൂടി ഒന്ന് കണക്ട് ചെയ്യാനും ഇതാണ് സിനിമ. എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു വൈരാഗ്യം വരുന്ന ആ ഒരു പാട്ടായിരിക്കും ഒന്നിൽ അവസാനിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ രണ്ടിനു വേണ്ടി വെയിറ്റ് ചെയ്യില്ല. മറ്റേ കട്ടപ്പ കുത്തിയ പോലെ, ആ കട്ടപ്പ മറ്റേ കുത്തി എന്തുകൊണ്ട് കുത്തി എന്നുള്ള പോലെ നമ്മൾ കാത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും ശരിക്കും ഇന്ത്യ മുഴുവൻ ഇങ്ങനെ ഇളക്കിയിരിക്കുകയാണ് പ്രശാന്ത് നീൽ സലാറ് കൊണ്ടിട്ട്. സത്യം പറയാറുണ്ടെങ്കിൽ അത്ര റെസ്പോൺസ് ആണ് ഓരോ ട്രെയിലറിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ടുള്ള വരുന്നതായിരിക്കും.